ഇതിലെ കഥയും കഥാപാത്രങ്ങളും വെറും സാങ്കല്പികം മാത്രം. ജീവിച്ചിരിക്കുന്നവരായി എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അത് ഞങ്ങളുടെ കുഴപ്പമല്ല, അത് നിങ്ങളുടെ കയ്യിലിരിപ്പിൻ്റെയാണ്. ഇത് ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത ഒരു ഫാൻറ്റസി സ്റ്റോറിയാണ്. ലോജിക്ക് നോക്കി ആരും ഈ ഷോർട്ട് ഫിലിം കാണരുത്, കാരണം ഇതിൽ ഒരു ലോജിക്കും ഇല്ല. ഒരു ഫാൻറ്റസി വേൾഡിലേക്ക് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നു, അത്രേ ഉള്ളൂ. ചേട്ടാ, സ്ട്രോങ് ആയിട്ടൊരു ചായ. നിന്റെ ചേട്ടൻ ദാസൻ എറണാകുളത്തന്നെ ഇപ്പോഴും? ഓ, അവൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നല്ലേ ചേട്ടാ, വല്ലപ്പോഴും വന്നും പോയി നിൽക്കും. വല്ലപ്പോഴും വന്നും പോയി നിൽക്കാൻ അവൻ്റെ പേര് ദാസ് എന്നല്ലേ, അല്ല ഗ്യാസ് എന്നൊന്നും അല്ലല്ലോ. ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ സതിയുടെ മോളും രമേശൻ്റെ മോനുമായിട്ട് സംസാരിക്കുക. എന്നെ കണ്ടപ്പോഴതിന് അവരൊന്ന് പരിങ്ങി. എടാ, അവർ രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിനാന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. നീ ഓരോന്നും പറഞ്ഞ് വിഷയം ഉണ്ടാക്കരുത്. അല്ല, എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്കും ഉണ്ടായിരുന്നൊരു പ്രണയം. പലിശയൊക്കെ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പലിശ കയറി വിവരം അറിയും. ഞാൻ ഒത്തിരി അനുഭവിച്ചതാ. പലിശയോ? എന്തിന്? അല്ല, പണയമുണ്ടോന്ന് നീയല്ലേ പറഞ്ഞത്? പണയമല്ലടോ, പ്രണയം. ഓ, ചായ കുടിക്കാൻ കുത്തിപ്പിടിച്ചിരിക്കായി. പോകാറായില്ലേ? സുധി, നിക്ക്, ഞാനും വരുന്നു. ഓ, ഇനി വേണ്ട, വയറ് നിറഞ്ഞു. നീ ഇതെവിടെ പോവാ? ഞാൻ ആ കുമാറിൻ്റെ അവിടം വരെ ഒന്ന് പോവാം. എന്നാൽ ഞാനും വരുന്നുണ്ട്. എനിക്ക് അവനെ കാണേണ്ട കാര്യമുണ്ട്, കുറച്ച് കാശിൻ്റെ കാര്യമുണ്ട്. ചോദിക്കാൻ പറ്റിയ സമയം. അവൻ ആ പാടെ വിഷമിച്ചിരിക്കും, അവൻ്റെ കൊച്ചിൻ്റെ കാര്യമുണ്ട്. ഇപ്പം തന്നെ ചോദിക്കണം. ചോദിക്കുന്നില്ല, ചുമ്മാ കൂടെ വരാമല്ലോ. മോളെ, അച്ഛൻ്റെ മോളെ, ഇതാരാ മോളെ? ഇത് അത് ഓണത്തപ്പനാ. ആരുടെ അപ്പനാണ്? മോളുടെ അപ്പനൊക്കെ ഭേദം. ഒരിടത്ത് വെച്ചാൽ അവിടെ ഇരിക്കുന്നുണ്ട്. കടക്കാരെ കാണും ഓടി നടക്കുന്നവരല്ലോ അല്ലേ? നീ ഒന്നും മിണ്ടായി. ആരാ മോളെ? കുമാറല്ലേ? അവിടെ കടവിലിരിപ്പുണ്ട്. ഇവനെന്ത് ഈ സമയത്ത് കടവ് വന്നിരിക്കാൻ? ചാടി ചാകാൻ വല്ലതും ആണോ? നിനക്കൊന്നും മിണ്ടായിരിക്കാവോ? നിനക്കത് പറയാം, കാശ് പോകുന്നത് എൻ്റെയാ. ഡോക്ടർ എന്ത് പറഞ്ഞടാ? ഉടനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയും. സെറീനെ അറിഞ്ഞോ? ഇല്ല, കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ ക്യാഷ് റെഡി ആവണ്ടേ? അതൊന്നും എനിക്കറിയത്തില്ല. ഇനിയും താമസിച്ച എൻ്റെ കുഞ്ഞ്. വിഷമിക്കടാ, കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ, ക്യാഷ് നമുക്ക് റെഡിയാക്കാം. നീ എന്തിനാ എന്നെ നോക്കി പറയുന്നത്? എൻ്റെ പൈസ ഒന്നുമില്ല, എൻ്റെ കാശ് കൂടി ഇവൻ്റെ കയ്യിലേക്ക്. തമ്പുരാനും വിണ്ണിൽ നിറഞ്ഞ ഭഗവതിക്കും മംഗല്യ ആതിര പൂജ ചെയ്യുവാൻ ഞങ്ങളെ എന്നും തുണച്ചിടണം. സ്വപ്നം കണ്ട്. എന്നാ സ്വപ്നം മോളെ കണ്ട്? മാവേലിയുടെ സ്വപ്നം തിരുവാതിരകളിൽ ഉണ്ടായിരുന്നു. ആണോ? അമ്മമ്മ ഉണ്ടായിരുന്നു സ്വപ്നത്തിൽ. അമ്മമ്മയോ? അമ്മമ്മ എന്നോട് പറയുക, വാന്ന് എങ്ങോട്ട് വരാൻ അച്ഛാ? നീ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? എനിക്ക് അത്യാവശ്യമായിട്ട് പൈസ ഉണ്ടാക്കിയേ പറ്റൂ. അതിനെന്നാ ഒരു വഴി? പൈസ ഉണ്ടാക്കാൻ ഇപ്പോൾ ഒരു വഴിയേ ഉള്ളൂ. എന്താ? മോക്ഷം. നീ നോക്കി പേടിപ്പിക്കുകയൊന്നും വേണ്ട ഡാ. സഹതപിക്കാനും ആശ്വസിപ്പിക്കാനും ഒത്തിരി പേര് കാണും, പക്ഷെ ക്യാഷ് സഹായിക്കാൻ ആരും കാണില്ല. പണക്കാരനെന്നും പണക്കാരനും, പാവപ്പെട്ടവനെന്നും പാവപ്പെട്ടവനും. ആ പ്രതിഭാസത്തിന് ഒരു മാറ്റവും വരില്ല. നിനക്ക് നിൻ്റെ മോളുടെ ഓപ്പറേഷൻ കാശ് വേണ്ടേ? അതുപോലെ എനിക്കുമുണ്ട് കുറച്ച് ആവശ്യങ്ങൾ. നീ എൻ്റെ കൂടെ നിന്നാൽ നമുക്കിന്ന് രാത്രി ക്യാഷ് ഉണ്ടാകും. ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ടാത്ത പണിക്ക് പോകണ്ടെന്ന്. നീ ഒന്നും മിണ്ടായില്ലേ? നമ്മളെ ആരും കണ്ടിട്ടൊന്നുമില്ല. നീ വന്ന് വാ, പോവാം.
നമ്മള് സുധി നമ്മളിത് എവിടെയാ? എടാ എഴുതല്ലേ, നമ്മളിത് എവിടെയാ? അയ്യോ എടാ എവിടെയാ നമ്മള്? എനിക്കൊരു പിടുത്തവും കിട്ടി. നമ്മളെ കൂടാതെ വേറെ ആരോ ഇവിടെ ഉണ്ട്. ആര്? നമ്മൾ മനുഷ്യനെ പേടിപ്പിക്കില്ലേ? നമുക്ക് നോക്കാം. എഴുന്നേക്ക്. എന്താ തിരുമേനി ഒരു അകത്ത് കണ്ടത്? എന്റെ മീശ മുറിഞ്ഞു പോയിടൂ, ഒന്ന് ഭംഗിയാക്കാൻ നോക്കിയതാ. ഈ ഓണത്തിന്റെ സമയത്ത് തന്നെ അങ്ങേക്ക് ഈ മീശ ഒട്ടണമായിരുന്നു. തൽക്കാലം ഒരു കാര്യം ചെയ്യ്. ആ വെപ്പ് വെച്ച് വെച്ചോണ്ട് ഇങ്ങോട്ട് വാ. മാവേലിയല്ലേ നിൽക്കുന്നത്? എടോ ശിഷ്യ, ചവിട്ടി താഴ്ത്തിയപ്പോൾ കേരളത്തിൽ പോയി പ്രജകളെ കാണാൻ വരം മേടിച്ചത് വടി കൊടുത്ത് അടി മേടിച്ച പോലെ ആയി പോയില്ലോട്. വടി കൊടുത്തല്ലോ മാവേലി അടി മേടിച്ചത്, 3 അടി കൊടുത്തല്ലേ പണി മേടിച്ചത്. എടോ തനിക്കറിയാവല്ലോ, എല്ലാ വർഷവും വളരെ സന്തോഷത്തോടെ നമ്മൾ കേരളം കാണാൻ ഇറങ്ങുന്നത്. പക്ഷെ തിരിച്ചു വരുന്നതോ പട്ടി ചന്തയ്ക്ക് പോയത്. അതുകൊണ്ട് ഈ വർഷം ഞാൻ കേരളത്തിലേക്ക് ഇല്ലടോ, ശരിക്കും മടുത്തു. നമ്മളെ ഒന്നും ആർക്കും വേണ്ടടൂ. ശിഷ്യ, എന്താ അവിടെ ഒരു ബഹളം കേൾക്കുന്നേ? പോയി നോക്കൂ. ആരാണ് നിങ്ങൾ? എന്തിനൂടെ വന്നു? ഞാൻ സുധി, ഇത് കുമാർ. അതിനൊന്നുമില്ല. എന്തിനൂടെ വന്നെന്നാ ചോദിച്ചേ? നിങ്ങളുടെ പേരല്ല ഞാൻ ചോദിച്ചേ. ഞാൻ പറയാം, നിവൃത്തികേട് കൊണ്ട് കക്കാൻ വന്ന 2 പേരാണ് നമ്മൾ. അത് ശരി, അപ്പൊ കള്ളന്മാരാണല്ലേ? അങ്ങനെ പറയല്ലേ, ഞങ്ങൾ കള്ളന്മാരൊന്നുമല്ല. എൻ്റെ മോളുടെ ഓപ്പറേഷന് കാശില്ലാതെ വന്നപ്പോൾ നിവൃത്തികേട് കൊണ്ട് ഞങ്ങൾ ഈ പണി തിരഞ്ഞെടുത്ത. ഒരു ദിവസം എൻ്റെ മോള് സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണി ചെയ്തത്. മാവേലിത്തമ്പുരാൻ കുറച്ചു മുമ്പ് പറയുന്നത് കേട്ട്, നിങ്ങളെയൊന്നും ആർക്കും വേണ്ട. ചിലർ ചെയ്ത തെറ്റിന് ഞങ്ങളെ ബാക്കിയുള്ള എല്ലാവരെയും ശിക്ഷിക്കരുത്. ഓണത്തിന് മാവേലി വരുന്നതും കാത്ത് എൻ്റെ മോൾ ഉൾപ്പെടെ ഒരുപാട് കുട്ടികൾ കാത്തിരിപ്പുണ്ട്. അവർക്ക് വേണം മാവേലിത്തമ്പുരാൻ. എന്നാ പിന്നെ നമുക്ക് പോയാലോ തമ്പുരാനെ? കേരളത്തിൽ കാലുകുത്താനുള്ള നല്ല സമയം നോക്കാൻ നമ്മുടെ സ്വാമിയോട് പറയും ശിഷ്യ. സ്വാമിയോ? അപ്പൊ നിങ്ങൾ രണ്ടും മാത്രമല്ലേ ഇവിടെ ഉള്ളത്? അല്ല, കഴിഞ്ഞ ദിവസം ഒരു സ്വാമിയോട് വന്നു കേരളത്തിൽ നിന്ന്. നിങ്ങളെ പോലെ കള്ളനൊന്നുമല്ല, നല്ല ത്രികാലജ്ഞാനിയായ ഒരു സ്വാമി, ഗോപാലസ്വാമി. അടിയൻ സ്വാമി, നാം സ്വാമിയെ ഇവിടെ വിളിപ്പിച്ചത് നമുക്കെല്ലാവർക്കും കൂടി കേരളം സന്ദർശിക്കാൻ നല്ലൊരു സമയം കുറിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഞാനില്ല, നിങ്ങൾ പോയിട്ട് വരൂ. അതെന്താ സ്വാമി വരാത്തത്? ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാനും, പക്ഷെ എനിക്ക് പിടുത്തം കിട്ടും. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല കുട്ടികളെ. തന്റെ കൈ എന്നെ മൂടിയിട്ടിരിക്കുന്നത്. വരുന്ന വഴി പൈപ്പ് ലൈനിൽ തട്ടിയതാ. കള്ള ഇന്നെ ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ. എന്ത് സ്വാമിജി കള്ളാന്നോ? സ്വാമിയൊന്നുമല്ല, ജയിൽ ചാടി വന്ന പ്രതിയാവും. തമ്പുരാനെ, എത്രയും പെട്ടെന്ന് ഇയാളെ കേരളത്തിൽ എത്തിക്കണം. വിപ്പുതാടിയും വെച്ച് എന്നെ പറ്റിക്കാൻ നോക്കുന്നു. അല്ല, തമ്പുരാനൊന്നും പറഞ്ഞില്ല. നാം എന്ത് പറയാ? ഇനി ഇവിടെ നിന്ന കേരളത്തിലുള്ള എല്ലാ അലവലാദികളും ഇങ്ങോട്ട് വരും. അതിനൊന്നും നമുക്ക് അങ്ങോട്ട് പോകും. ഇതാരാണിത്? സദാശിവനല്ലേ? നീ എന്താ കാണിക്കുന്നത്? ഇത് ഒറിജിനൽ മാവേലിയാ. പിന്നെ ഒറിജിനൽ മാവില്ല, അതൊക്കെ നിന്റെ ഒക്കെ കൂടെ. എടാ, നീ ആ ലെറ്റർ കൊണ്ട് കൊടുത്തായിരുന്നു? ആ, അത് ഞാൻ കൊണ്ട് കൊടുത്തായിരുന്നു. പക്ഷെ പുള്ളിയുടെ അല്ലെന്ന് പറഞ്ഞു. നീ ആർക്കാ കൊടുത്തത്? ആസിഫലിയുടെ അച്ഛന്. ആസിഫലിയുടെ അച്ഛനോ? ആ നീയല്ലേ പറഞ്ഞ ആസിഫലിയുടെ അച്ഛന് കൊടുക്കണമെന്ന്. എടാ, അത് RC പള്ളിയിൽ അച്ഛന് കൊടുക്കാനാ പറഞ്ഞു. RC പള്ളിയിലെ അച്ഛന് കൊടുക്കണമെന്നായിരുന്നു. നിന്നെയൊക്കെ ഏൽപ്പിച്ച സമയത്ത് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. വാ, നമുക്ക് പോവാം. ഓ, മാവേലിയുടെ മേക്കപ്പ് മേടിക്കാനൊക്കെ അവന് കാശുണ്ട്, നമ്മുടെ കാശ് തരാൻ ഇല്ല. ആ ദ്രോഹിയെ പോലീസിൽ ഏൽപ്പിച്ചോ? എന്താ അവിടെ ഒരു ബഹളം? അതവിടെ ഒരു പയ്യൻ കഞ്ചാവ് വിൽക്കാൻ ശ്രമിച്ചതിനാണ് പിടിയില്ലാതെ. ഒയ്യോ, എന്നാലും അവൻ്റെ ഒരു ധൈര്യം. പഞ്ചാബൊക്കെ വെക്കണമെങ്കിൽ അവൻ്റെ പുറകിൽ ആരെങ്കിലും കാണും. പഞ്ചാബോ? പഞ്ചാബ് അല്ലടോ, കഞ്ചാവ്. ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് ഓണസദ്യ വിളിക്കാം. വാ, വീട്ടിലോട്ട് പോവാം. വാ. സെറീന, സെറീന,
ആ ഫാത്തിയായിരുന്നോ? എന്താണ് അവിടെ നിൽക്കുന്നേ? കയറി വാ, ഓണസദ്യ വെച്ചിട്ട് പോവാം. എനിക്ക് വേണ്ട നിന്റെ സൽക്കാരം ഒന്നും. നീ എന്താ ഓണാഘോഷിക്കാൻ പോവാ? ആ, നമ്മൾ ഓണാഘോഷിക്കാൻ പാടില്ല. അതെന്താ? അത് ഹിന്ദുക്കളുടെ ആഘോഷമല്ലേ. നമ്മൾ മറ്റു മതക്കാരുടെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പാടില്ല. അത് നമ്മുടെ വിശ്വാസത്തിനെതിരാ. എന്നാര് പറഞ്ഞു? അത് നിന്നെപ്പോലുള്ളവരെ ഇങ്ങനത്തെ വിഷം തുപ്പും. ഒന്നുമില്ലേലും നീ ഒരു അധ്യാപികയല്ലേ? ഞങ്ങളുടെ വീട്ടിൽ ജാതിയും മതമൊന്നും ഇല്ല പാർട്ടി. കാരണം ഞാനൊരു ഹിന്ദുവും അവളൊരു മുസ്ലിമുമാണ്. ഓണം ഹിന്ദുവിൻ്റെയാണ്, അത് നമ്മൾ ആഘോഷിക്കരുത് പോലും. എന്തൊരു ഇടുങ്ങിയ ചിന്താഗതിയാണ് പാർട്ടി. ഓണം ആഘോഷിച്ചാൽ എന്ത് സംഭവിക്കുന്ന പറയുന്നത്? ഓണത്തെ ഒരു മതവുമായിട്ട് കൂട്ടിക്കഴിക്കും. ഓണത്തിന് തിരുവാതിര കളിച്ചാൽ, പൊട്ടു തൊട്ടാൽ യേശുക്രിസ്തുവിന് നിരക്കാത്താണെന്ന് പറയുന്ന ചില പള്ളിയിലച്ചന്മാരെ എനിക്കറിയാം. ഓണം ആഘോഷിച്ചാൽ എന്താ തെറ്റ്? സന്തോഷത്തിൻ്റെയും ആഘോഷങ്ങളുടെയും നല്ല ദിവസമാണ് ഈ ഓണം എന്ന് പറയുന്നത്. അതിനെ എന്തിനാ ചീത്ത കണ്ണുകൊണ്ട് കാണുന്നത്? പണ്ട് വാമനൻ എന്നെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുമ്പോൾ എനിക്ക് ആകെ ഉണ്ടായിരുന്ന സമാധാനം എൻ്റെ പ്രജകളുടെ ജീവിതം സന്തോഷകരമായിരിക്കും എന്നത് മാത്രമായിരുന്നു. പക്ഷേ ഓരോ ഓണത്തിന് എൻ്റെ പ്രജകളെ കാണാൻ ഞാൻ വരുമ്പോൾ അത് പതിയെ പതിയെ മാറുന്നത് ഞാൻ കണ്ടു. പക്ഷെ ഇന്നത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പരസ്പരം കൊല്ലുന്നതുവരെ എത്തി. ഇന്ന് ഞാൻ ഈ വീട്ടിൽ വന്നത് ആ കുഞ്ഞിനെ എന്നെ കാണണമെന്നുള്ള ആഗ്രഹം സാധിച്ചു കൊടുക്കാനാണ്. ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു മുസൽമാന് ഓണം ആഘോഷിക്കാൻ പാടില്ലെന്ന് എവിടാണ് പറഞ്ഞിട്ടുള്ളത്? ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വെട്ടാനും കുത്താനും ഇറങ്ങുമ്പോൾ നിങ്ങൾ ഒന്നോർക്കണം, ഓരോ നഷ്ടപ്പെടലിൻ്റെയും പിന്നിൽ കുറെ പേരുടെ ജീവിതങ്ങൾ ഉണ്ടെന്ന്. ഞാൻ തിരിച്ചു പോവാടു. ഇതുകൊണ്ടൊക്കെ ശിഷ്യ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. ഇപ്പം മനസ്സിലായോ? പോട്ടടോ, താൻ വിഷമിക്കണ്ട, നോക്കൊന്നും പറ്റില്ല. ഇതാണോ ദൈവത്തിന്റെ സ്വന്തം നാട്? ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള യുദ്ധങ്ങൾ ആർക്കു വേണ്ടിയാണ്? പൊന്നും വെള്ളിയും മാർബിളും കൊണ്ട് പണിതുയർത്തുന്ന പള്ളികളും അമ്പലങ്ങളും ഉണ്ടല്ലോ. അവിടെ ഉള്ളതുപോലെ ദൈവസാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം. കർത്താവും രാമനും കൃഷ്ണനും പ്രവാചകനൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവണം. ഉത്സവങ്ങളും പെരുന്നാളുകളും ആഘോഷിക്കപ്പെടാനുള്ളതാണ്. പക്ഷേ ആ ആഘോഷങ്ങളുടെ പേരിൽ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്ന അധികാരവർഗങ്ങളെ നമ്മൾ തിരിച്ചറിയണം. അവരോട് നമ്മൾ ഉച്ചസ്വരത്തിൽ പറയണം, ഗെറ്റ് ലോസ്റ്റ്.